മുംബൈയിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടെ ഒരു മീഡിയ കമ്പനിയിൽ 22 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇത് ഇത്തിരി സെൻസിറ്റീവ് ആയിട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയും കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വിട്ടിട്ടില്ല. ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം ആളുകൾ ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ ആ പെൺകുട്ടിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പാഷനേറ്റ് ആയിട്ട് അത്രത്തോളം ആ ഒരു ജോലിയോട് താല്പര്യത്തോട് കൂടിയിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ 2013 ഓഗസ്റ്റ് 22 മുംബൈയിലെ മഹാലക്ഷ്മി ഏരിയയിൽ ശക്തി മിൽസ് എന്ന് പറയുന്ന ഒരു പഴയ കോട്ടൺ മില്ല് ഉണ്ടായിരുന്നു. അവിടെ വർക്കിങ്ങും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല, അബാൻഡൻഡ് ആയിട്ടുള്ള ഒരു മില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിനുള്ളൊരു അസൈൻമെൻറ്റ് ആ പെൺകുട്ടിയെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരം ഒരു 6:30 ടൈമൊക്കെ ആയപ്പോഴത്തേനും തൻ്റെ ഒരു മെയിൽ കൊളീഗിൻ്റെ കൂടെ ആ പെൺകുട്ടി ആ ലൊക്കേഷനിലോട്ട് പോവുകയായിരുന്നു. എല്ലാ പ്രൊജക്ട്സിനെയും പോലെ തന്നെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ആ പെൺകുട്ടി. എന്നാൽ തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു ഇൻസിഡന്റ് അവിടെ നടക്കുമെന്നുള്ള കാര്യം ആ പെൺകുട്ടി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അന്ന് അവിടെ നടന്നൊരു ഇൻസിഡന്റിന്റെ പേരിൽ ഇന്ത്യയിൽ മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിൽ വരെ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവുകയാണ്. അപ്പോൾ അത്രത്തോളം വലിയ രീതിയിൽ എന്താണ് അവിടെ നടന്നത്, എന്തായിരുന്നു ആ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചത്, പോലീസുകാർ ഈ ഒരു കേസ് എങ്ങനെയാണ് അന്വേഷിച്ചത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. അങ്ങനെ രാത്രി ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും അവർ രണ്ടുപേരും കൂടെ ആ ഒരു സ്ഥലത്തോട്ട് എത്തുകയാണ്. അവിടെ ഒന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ മെയിൽ കൊളീഗ് ചുറ്റുമൊക്കെ നടന്നു, എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അതായത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഈ പെൺകുട്ടി പിന്നാലെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫോട്ടോസും മറ്റുമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ കുറേ അധികം ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഈ ഒരു മെയിൽ കൊളീഗ് പറഞ്ഞു, വാ നമുക്ക് പോകാം, ഇത്രയും മതി, അത്യാവശ്യമുള്ള ഫോട്ടോസ് ആയില്ലേ എന്നുള്ള കാര്യം പറയുകയാണ്. എന്നാൽ ആ പെൺകുട്ടി പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പോരാ, നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊക്കെ ഒന്ന് കയറി നോക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നോക്കാം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഇയാൾ വലിയ താല്പര്യം പ്രകടിപ്പിച്ചില്ല. ആൾക്ക് എന്തോ ഒരു ബാഡ് ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്തോട്ട് പോകണ്ട എന്നുള്ള കാര്യം ആൾ ആ പെൺകുട്ടിയോട് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ക്യൂരിയോസിറ്റി ഫാക്ടർ ആ പെൺകുട്ടി അതിൻ്റെ അകത്തോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരുന്നു തീരുമാനിച്ചത്. അവസാനം ഈ പെൺകുട്ടി ആളോട് പറയാണ്, നീ എന്തായാലും വരുന്നില്ല എന്നുണ്ടെങ്കിൽ വേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് അകത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ ആ പെൺകുട്ടി ഒറ്റയ്ക്ക് വിടാനും പറ്റില്ലല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെയും ആ ഒരു എന്താ പറയുക മില്ലിൻ്റെ അകത്തോട്ട് കയറുകയാണ്. ടോർച്ചും കാര്യങ്ങളൊക്കെ കത്തിച്ചു, അകത്തോട്ട് കയറി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ അവർ പോവുകയായിരുന്നു. അങ്ങനെ അവർ ആ ഒരു മില്ലിൻ്റെ അകത്തോട്ട് പോയപ്പോൾ അവരൊരു കാഴ്ച കാണുകയാണ്. ഒരു 5 പേരിരുന്ന് മദ്യപിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. ആ 5 പേരെ അവർ കണ്ട സമയത്ത് തന്നെ ആ 5 പേരും ഇവരെയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആ 5 പേരും തമ്മിൽ ഇവർ രണ്ടുപേരെയും നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവാണ്. അപ്പോൾ സിറ്റുവേഷൻ എന്തായാലും മോശമാണെന്നുള്ളത് ഈ മെയിൽ കൊളീഗിന് മനസ്സിലായി. ആള് അത് ആ പെൺകുട്ടിയുടെ ചെവിട്ടിൽ പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് പോവാം, ഇവിടെ നിന്ന് അതിന് ശരിയായില്ല എന്നുള്ളത്. കാരണം അവർ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഇൻറ്റൻഷൻ ഒന്നും തന്നെ ശരിയല്ല എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ഇവരെ മൈൻഡ് ചെയ്യാത്തതുപോലെ പതിയെ പുറത്തോട്ട് നടന്നു തുടങ്ങുകയാണ്. അപ്പോൾ ഇവർ 5 പേരും മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു പതിയെ ഇവരെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇവർ എന്താ പറയുക, അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാനായിട്ട് തുടങ്ങുകയാണ്. ആ ഒരു ടൈമിൽ ഈ 5 പേര് കൂടെ അവരെ വളഞ്ഞിട്ട് പിടിക്കുകയും ചെയ്തു. പിന്നെ എന്താ ഏതാണെന്നൊന്നും ചോദിക്കാതെ ആ പെൺകുട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്ന മെയിൽ ഫ്രണ്ടിനെ തല്ലിച്ചതക്കുകയാണ്. അതിനുശേഷം അയാളുടെ കൈയും കാലും ഒക്കെ ആളുടെ ബെൽറ്റ് തന്നെ യൂസ് ചെയ്തിട്ട് കെട്ടിയിട്ടു. പിന്നീട് ആ പെൺകുട്ടിയെ വലിച്ചഴച്ച് അടുത്തുള്ളൊരു മുറിയിലോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ പെൺകുട്ടി അയാളെ വെറുതെ വിട്, എന്നെ വെറുതെ വിട് എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ കേൾക്കാനായിട്ട് അവർ തയ്യാറായിരുന്നില്ല. അപ്പോൾ ആ പെൺകുട്ടിയെ വേറെ മുറിയിലോട്ട് കൊണ്ടുപോയിട്ട് ഒരു പൊട്ടിയ ബിയർ ബോട്ടിലെടുത്ത് ആ പെൺകുട്ടിയുടെ കഴുത്തിൽ വെച്ചിട്ട് പറഞ്ഞു, നീ എന്തെങ്കിലും ഒച്ച വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നു കളയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നീട് ആ പെൺകുട്ടി ഒന്നും തന്നെ മിണ്ടിയില്ല. അതിനുശേഷം ഈ 5 പേരും മാറി മാറി ആ ഒരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യുകയായിരുന്നു. ആ 5 പേരിൽ ഒരാൾ മൈനറും ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോസും മറ്റൊക്കെ ഇവർ എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഇത് പുറത്ത് പറയാന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോസും കാര്യങ്ങളും ഞങ്ങൾ ഇൻ്റർനെറ്റിൽ ലീക്ക് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ കൊണ്ട് തന്നെ ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യിപ്പിച്ചിട്ട് അവർ അവിടെ നിന്ന് പോവുകയാണ്. പോകുന്നതിൻ്റെ ഇടയ്ക്ക് ആ മെയിൽ ഫ്രണ്ടിൻ്റെ കെട്ടൊക്കെ അഴിച്ചിട്ടു. എന്നിട്ട് അവർ അവരുടെ പാടന്വേഷിച്ച് പോയി. അപ്പോൾ ഈ പെൺകുട്ടി നേരെ ആ പയ്യൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു, എനിക്ക് മെഡിക്കൽ അസിസ്റ്റൻസ് വേണമെന്ന് പറഞ്ഞു. ആ പയ്യൻ ഉടനെ തന്നെ പോയി ഒരു ടാക്സി ഒക്കെ വിളിച്ചുകൊണ്ട് വന്നു അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അപ്പോൾ സെക്ഷൽ അസോൾട്ടും കാര്യങ്ങളൊക്കെയാണ് നടന്നത്. ഉടനെ തന്നെ ഹോസ്പിറ്റൽ അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യ മുഴുവൻ ഈ ഒരു കേസ് ചർച്ചയാവുകയാണ്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് ഇത്രത്തോളം ചർച്ചയാകാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു.
ഇതിനും കുറച്ച് നാൾ മുൻപായിരുന്നു ഡൽഹി നിർഭയ കേസ് നടന്നിട്ടുണ്ടായത്. അതായത് ഏകദേശം ഒരു 8 മാസങ്ങൾക്ക് മുൻപായിരുന്നു ആ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടായത്. അതിനുശേഷം ഇങ്ങനൊരു ഇൻസിഡൻറ്റ് സിമിലർ ആയിട്ടുള്ള രീതിയിൽ നടന്നപ്പോൾ ജനങ്ങൾ ഇളകുകയായിരുന്നു. അതായത് ആ ഒരു കേസിൻ്റെ ഷോക്കിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് റിക്കവർ ആയിട്ടുണ്ടായിരുന്നില്ല. അതിനു മുൻപാണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഒരുപാടധികം പ്രൊട്ടസ്റ്റുകളൊക്കെ നടക്കുകയുണ്ടായി. അപ്പോൾ പോലീസിൻ്റെ മേലും ഗവൺമെൻറ്റിൻ്റെ മേലും വലിയ രീതിയിലുള്ള പ്രഷർ വരികയാണ് ഈ ഒരു കേസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഓഗസ്റ്റ് 26-ന് തനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ ഒരു പെൺകുട്ടി പോലീസിന് കൈമാറുകയായിരുന്നു. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20ഓളം പോലീസ് ടീമുകളും അതുപോലെ തന്നെ 12 സ്പെഷ്യൽ ബ്രാഞ്ച് ക്രൈം ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കൂടെ ഈ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുകയായിരുന്നു. അവരന്വേഷിച്ചപ്പോൾ ഈ ഒരു ശക്തി മില്ലിൻ്റെ അടുത്തുള്ള ഒരു സ്ലമ്മിലുള്ള കുറച്ച് ആളുകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതെന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. ഉടനെ തന്നെ അവരെ 5 പേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സലീം അൻസാരി, വിജയ് ജാദവ്, കാസിം ബംഗാളി, ചന്തു ബാബു തുടങ്ങിയിട്ടുള്ള 4 പേരെയും അതുപോലെ തന്നെ പിന്നെ ഒരു മൈനറിനെയുമാണ് പോലീസുകാർ ഈ ഒരു കേസിൽ അറസ്റ്റ് ചെയ്തത്. ആ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് വാങ്ങിയതിന് ശേഷം 65 മണിക്കൂറിൽ ഇവരെ എല്ലാവരെയും തന്നെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. അപ്പോൾ പിറ്റേ ദിവസം ന്യൂസ് ഹെഡ്ലൈൻസ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ പോലീസിന് മറ്റൊരു കോൾ വരികയാണ്. 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു പോലീസിനെ വിളിച്ചത്. ഈ ന്യൂസും മറ്റുമൊക്കെ കണ്ട് ആളുകളെ തിരിച്ചറിഞ്ഞ ആ ഒരു പെൺകുട്ടി സെപ്റ്റംബർ 3-ന് പോലീസിന് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. ആ പെൺകുട്ടിക്ക് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അത് നടക്കുന്നത് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിനും കുറച്ച് മുൻപാണ്. കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 31-ന്. ഈ പെൺകുട്ടി ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ പെൺകുട്ടി തൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ആ ശക്തി മിൽസ് ഏരിയയിലോട്ട് വന്നതായിരുന്നു. ആ ഒരു സമയത്ത് ഇതുപോലെ തന്നെ അവിടെ അകത്തിരുന്ന 5 പേരും മദ്യപിക്കുന്നുണ്ടായിരുന്നെന്നും തൻ്റെ ബോയ് ഫ്രണ്ടിനെ തല്ലി തന്നെ ഇതേപോലെ തന്നെ റേപ്പ് ചെയ്തു തുടങ്ങിയിട്ടുള്ള കംപ്ലൈൻ്റ് ആയിരുന്നു ആ പെൺകുട്ടി പോലീസിനോട് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തതിൽ 3 പേരെ പോലീസുകാർ ഓൾറെഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ആ ഒരു പെൺകുട്ടി കൂട്ടിച്ചേർക്കുകയുണ്ടായി. വിജയ് ജാദവ്, സലീം അൻസാരി, കാസിം ബംഗാളി എന്നുള്ളവരായിരുന്നു ആ 3 പേര്. പിന്നെയും 2 പേര് വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം ബാക്കിയുള്ള 2 പേരെയും കൂടെ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോഴാണ് പോലീസിനൊരു കാര്യം മനസ്സിലായത്. ഇത് അവരുടെ ആദ്യത്തെ ക്രൈമല്ല, മുൻപും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവർ. പോലീസ് പിടിക്കില്ല എന്നുള്ളൊരു ധൈര്യത്തിൻ്റെ പുറത്താണ് അവർ വീണ്ടും ഇത്തരത്തിലുള്ളൊരു കൃത്യം ചെയ്തത്. അങ്ങനെ പോലീസുകാർ 7 പേരെയും സെപ്റ്റംബർ 10-ാം തീയതി കോർട്ടിൽ ഹാജരാക്കുകയാണ്. ഈ 19 വയസ്സുള്ള പെൺകുട്ടിയുടെ കേസിൽ പിന്നെ സിറാജ് ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കൂടെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു പയ്യനുണ്ടായിരുന്നത്, ആ പയ്യനും മൈനറായിരുന്നു. അങ്ങനെ ഈ ഒരു 7 പേരുടെ മേലിലും 13 സെക്ഷൻസിൻ്റെ അണ്ടറിൽ കേസും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുകയാണ്. അതിനുശേഷം കോടതി അവർക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തു. 2014 മാർച്ച് 21-നായിരുന്നു ആ ഒരു വിധി വന്നത്. ആ 2 മൈനർ പയ്യന്മാർക്ക് 3 വർഷത്തെ തടവ് ശിക്ഷ, അതായത് ജൂനിയർ ഹോമിൽ പോകണമെന്നുള്ളൊരു ശിക്ഷയായിരുന്നു വിധിച്ചത്. നാസിക് റിഫോം ഹോമിൽ 3 വർഷം അവർ ചെലവഴിക്കണം. ഈ ഒരു ഇൻസിഡൻറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്രൂരമായിട്ട് അഗ്രസീവായിട്ട് ആ പെൺകുട്ടികളുടെ അടുത്ത് പെരുമാറിയത് ഈ മൈനേഴ്സ് ആയിട്ടുള്ള പയ്യന്മാരാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ബാക്കിയുള്ള 5 പേർക്ക് IPC 376E അണ്ടറിലാണ് ശിക്ഷ വിധിച്ചത്, അതായത് നിർഭയ ആക്ടിൻ്റെ അണ്ടറിൽ. ഈ ഒരു കേസിൽ റിപ്പീറ്റഡ് ആയിട്ട് ക്രൈം ചെയ്ത ഈ സലീം അൻസാരി, കാസിം ബംഗാളി അതുപോലെ തന്നെ വിജയ് ജാദവ് എന്ന് പറയുന്ന 3 പേർക്ക് വധശിക്ഷയാണ് ആ ഒരു സമയത്ത് കോടതി വിധിച്ചത്. ബാക്കിയുള്ള 2 പേരായിട്ടുള്ള ചന്തു ബാബു, സിറാജ് ഖാൻ തുടങ്ങിയവർക്ക് പരോളില്ലാത്ത ജീവപര്യന്തം തടവ് ശിക്ഷയും കോടതി വിധിച്ചു. ഈ വധശിക്ഷ ലഭിച്ച 3 പേരും ശിക്ഷ ഇളവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹൈക്കോർട്ടിൽ അപ്പീൽ ചെയ്യാണ്. 2021 നവംബർ 25-ന് അവർക്ക് ശിക്ഷ ഇളവ് ചെയ്ത് ലഭിക്കുകയാണ്. അതായത് വധശിക്ഷയിൽ നിന്ന് ഇളവ് ചെയ്തിട്ട് പരോളില്ലാത്ത ജീവപര്യന്തം തടവ് ശിക്ഷയായിട്ട് അവർക്ക് കുറച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് ആ 22 വയസ്സുള്ള ഫോട്ടോ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ആ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചത്. അതുപോലെ തന്നെ ആ ഒരു 19 വയസ്സുള്ള മറ്റൊരു പെൺകുട്ടിക്കും സംഭവിച്ചത്. അപ്പോൾ ഇവർ 2 പേരുമാണ് ഇവർക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായത്. ഇതിന് മുൻപോ ഇത്തരത്തിലുള്ള വേറെ ഏതെങ്കിലും പെൺകുട്ടികളെ ഇവർ ഇങ്ങനെ ചിത്രവധ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു കേസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.